എമർജൻസി ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഈ ന്യൂസ് ഓപ്പൺ ചെയ്തത്. ന്യൂസ് ഓപ്പൺ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നിവിൻ പോളിയുടെ ഇഷ്യൂ. എങ്ങോട്ടൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോകുന്നത്. ഓക്കെ, നല്ലതൊക്കെ തന്നെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സിനിമാ മേഖലയിൽ അഴിച്ചുപണികൾ ആവശ്യമാണ്. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിനെ ഇപ്പം സത്യത്തിൽ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇതിനെ പ്രതികൂലിച്ച് ഒരു വീഡിയോ ബൈറ്റ് വന്നായിരുന്നു. അതിലെന്തെന്ന് പറഞ്ഞാൽ ആ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ടവൻ്റെ അടുത്തൊക്കെ കടന്നിട്ട് പിന്നീട് വന്നിട്ട് എനിക്കിതില്ലേ, അതാണ് കേസാണ് എന്നൊക്കെ എന്ന് പറയുന്നത്. അത് എവിടുത്തെ നിയമമാണ്? ആക്ച്വലി ഞാൻ ഒരിക്കലും എനിക്ക് വിശ്വസിക്കുന്നില്ല. കാരണം നിവിൻ പോളി നമ്മളാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാത്രമേ ഭയപ്പെടേണ്ട ആവശ്യകതയുള്ളൂ. നിവിൻ പോളി വന്നൊരു പ്രസ്താവന നടത്തി, ഒരു മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി, എല്ലാ ഡീറ്റെയിലിങ്ങും ഒക്കെ പറയണമെന്നുണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ലെന്നുള്ളത് അത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പിന്നീട് തിരിച്ചറിയാം. പിന്നെ സൂപ്പർതെറ്റിക്. കാരണം ഇനിയിപ്പോൾ ഓരോരുത്തരുടെ പേര് ഇനിയിപ്പം മലയാളത്തിൽ ഇപ്പം ഏറ്റവും നല്ല മികച്ചൊരു നടനാണ്, ദേശീയ തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ട ഒരു നടനാണ് മലയാളത്തിലെ ഇന്ദ്രൻസ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിനെതിരെ വരെ ആരോപണം ഉയർന്നേക്കാം. കാരണം ആ രീതിയിലാണ് ഇപ്പം ഞാൻ എല്ലാവരും ആക്ഷേപിക്കുകയില്ല. പക്ഷെ ഒരു പെണ്ണിനായ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ഡബിങ് ആർട്ടിസ്റ്റ്, ആ വ്യക്തിയാണെങ്കിൽ മലയാളം ഫിലിമിൽ ഇൻഡസ്ട്രിയിൽ ഏകദേശം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ രീതി പോവുകയാണെങ്കിൽ മലയാളം ഫിലിം എന്നല്ല എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പരാതിയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വരും. ഓർക്കണം, ഇത് ബാധിക്കുന്നത് നമ്മുടെ സ്വന്തം മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ വേറെ സൈഡ് എഫക്റ്റ് വേറെ ഒന്നായിരിക്കും. സൂപ്പർതെറ്റിക് ചുമ്മാ ഇങ്ങനെയൊക്കെ ഫേമസ് ആകാൻ വേണ്ടി. ഇത് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, നിവിൻ പോളി എല്ലാവർക്കും അറിയാം. ഓക്കെ, നിവിൻ പോളിയുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ബൈറ്റും ഒക്കെ കാണിക്കുമ്പം കറക്റ്റായിട്ട് കാണിച്ചേക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയെ കാണിച്ചപ്പം അത് ബെറർ ചെയ്ത് കാണിച്ചേക്കുന്നു. ഓക്കെ, ന്യൂസിൻ്റെ അവിടെ എന്തുവാ ഇരയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടി രണ്ട് തരത്തിലും ഒരു നീതിയുടെ ഒരു ഇതില്ലേ. പുരുഷന് ഇവിടെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം പുരുഷനൊരു സത്യം പറഞ്ഞാൽ പുരുഷാധിപത്യമല്ല ഇവിടെ, സ്ത്രീയാധിപത്യമോ. സൂപ്പർതെറ്റിക്.